തടിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ കുട്സു ആണ്. യുഎസിൽ ഇത് ആക്രമണാത്മകമാണെങ്കിലും ഇവിടെ ഇത് ഭക്ഷണത്തിനും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിനും വിലമതിക്കുന്നു. ഒരു വലിയ കുട്സു വേര് കുഴിച്ചെടുക്കുന്നതിലൂടെയാണ് ഈ പ്രക്രിയ ആരംഭിക്കുന്നത്. തുടർന്ന് അത് അടുത്തുള്ള ഒരു അരുവിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി നന്നായി കഴുകുന്നു. തൊലി കളയേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് സ്റ്റാർച്ച് ഉണ്ടാക്കുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനെ മുറിക്കുക. പിന്നീട് കഷ്ണങ്ങൾ ഒരു വലിയ മരക്കൊമ്പ് ഉപയോഗിച്ച് അടിച്ച് അതിനുള്ളിലെ പൾപ്പ് പുറത്തെടുക്കുക. ഈ പൾപ്പ് ഒരു ചീസ് ക്ലോത്തും ഒരു മരക്കഷ്ണം ഉപയോഗിച്ച് അരിച്ചെടുക്കുക. വേർതിരിച്ചെടുത്ത ദ്രാവകത്തിൽ നിന്നും സ്റ്റാർച്ച് അടിഞ്ഞുകൂടാൻ അനുവദിക്കുന്നതിന് രാത്രി മുഴുവനും അതിനെ സൂക്ഷിക്കുക. അടുത്ത ദിവസം അതിന് മുകളിൽ തങ്ങി നിൽക്കുന്ന ദ്രാവകം നീക്കം ചെയ്യുക. ശുദ്ധജലം ചേർക്കുക. ശുദ്ധമായ സ്റ്റാർച്ച് ലഭിക്കാനായി ഈ പ്രക്രിയ ആവർത്തിക്കുക. ഒടുവിൽ സ്റ്റാർച്ച് പോലുള്ള കട്ടിയുള്ള ആ വസ്തു സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേകളിൽ നിറയ്ക്കുന്നു. തുടർന്ന് മുളറാക്കുകളിൽ വെയിലത്ത് ഉണങ്ങാൻ വയ്ക്കുന്നു. അങ്ങനെ അവസാനം ലഭിക്കുന്ന ഈ പ്രോഡക്റ്റ് പൊടിയായോ നുറുക്കുകളായോ വിൽക്കുന്നു. സൂപ്പിന് കട്ടികൂട്ടാനും വറുത്ത ഭക്ഷണങ്ങൾക്കായുള്ള ബ്രെഡിംഗായും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും ഇവയെ ഉപയോഗിക്കുന്നുണ്ട്.